ചില ബ്രേക്ക് ത്രൂ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും എളുപ്പമെന്നറിയാവോ? പാപം കർത്താവിന്റെ കാരുണ്യത്തിൽ സമർപ്പിക്കുക. ഈ പാപസുഖം നമ്മൾ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. എത്രയോ പേരാ പാപത്തിന്റെ കുറ്റബോധത്തിൽ കിടക്കുന്നത്. കുറച്ച് നാളൊക്കെ ഇങ്ങനെ പാപസുഖത്തിലൊക്കെ പോകും. കുറച്ച് കഴിയുമ്പോൾ ഈ പാപം നമ്മെ വേട്ടയാടാൻ തുടങ്ങും. അതിൻ്റെ ഒരു സ്വഭാവം നമ്മൾ കുറ്റബോധത്തിലേക്ക് ഇടും, ഭയത്തിലേക്ക് ഇടും. നമ്മൾ പറയും പട്ടിയുടെ സ്വഭാവം കാണിക്കും, ആരെ കണ്ടാലും പട്ടി കുറയ്ക്കും എന്ന് പറയുന്നത് പാപത്തിന്റെ സ്വഭാവമാണ്. പാപം നമ്മെ വേട്ടയാടും എന്നുള്ളത് അതിനും പറയുന്ന കാര്യം. അതുകൊണ്ട് ഈ വേട്ടയാടുന്ന പാപത്തിന്റെ സ്വഭാവത്തെ ബ്രേക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി, ഏക വഴി ആ പാപം കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. പാപം അനുവദിക്കുന്ന തകർച്ചകളും വേദനകളും തടസ്സങ്ങളും പ്രതിസന്ധികളും മാറണമെങ്കിൽ വേറെ ഒരു വഴിയില്ല, പാപം ഏറ്റു പറയാം. അതുകൊണ്ടാണ് അത് ഏറ്റു പറയുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്, ചിലർക്ക് സൗഖ്യം കിട്ടുന്നത്, ചിലർ വിടുതൽ പ്രാപിക്കുന്നതൊക്കെ. അതിന് കാരണം അവർ ഈ കുമ്പസാരക്കൂട്ടിൽ കർത്താവിന്റെ കാരുണ്യത്തിൽ പാപം ഏറ്റു പറയാനും അനുദപിക്കാനും തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം വളരെ പ്രധാനപ്പെട്ട